എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പോൾ HDFC ബാങ്കും സ്വിഗ്ഗിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലൂടെ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇത് എടുക്കാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് മറ്റ് HDFC ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും ഉപയോഗിക്കാവോ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങളും ഈ കാർഡിനെ പറ്റി അറിയാനായിട്ട് ഞങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് ഡെലിവറി ആപ്പുമായിട്ടുള്ള ഒരു അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കാർഡ് വന്നതിന് ശേഷം എല്ലാ ബാങ്കുകളും അവരുടെ ഈ ഒരു സ്വിഗ്ഗി ആയിട്ടുള്ള ഒരു ഫുഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ഒരു കാർഡ് മെയിനായിട്ടും നൽകുന്ന ആ ഒരു ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ക്യാഷ് ബാക്കും കൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ സ്വിഗ്ഗിയിലൂടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഓഫേഴ്സാണ് സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് നമുക്ക് നൽകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഓഫേഴ്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, സ്വിഗ്ഗിയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1500 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ഒരു മാസം നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അതിലവർ പറയുന്നത് 10% ക്യാഷ് ബാക്കാണ് സ്വിഗ്ഗി സ്പെൻഡിൽ നമുക്കിത് നൽകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കാർഡ്സ് ഉപയോഗിച്ചുള്ള ഡിസ്കൗണ്ട്സും ക്യാഷ് ബാക്കും ഒക്കെ ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ഗ്രോസറി, ഡൈനിങ് ഔട്ട് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് 10% ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതും ബാക്കി എന്തെങ്കിലും ഒരു കൂപ്പൺ കോഡോ ഡിസ്കൗണ്ടോ ഒക്കെ സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണെങ്കിൽ ആ ഒരു കൂപ്പൺ കോഡ് കൂടി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് വേറൊരു കൂപ്പൺ കോഡും കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു ഓഫർ എന്ന് പറയുന്നത്, സ്വിഗ്ഗിയിൽ നൽകുന്ന അഡീഷണൽ ക്യാഷ് ബാക്ക് അല്ലാതെ തന്നെ 5% ക്യാഷ് ബാക്ക് സാധാരണ മറ്റ് ഓൺലൈൻ സ്പെൻഡുകളിൽ ഈ ഒരു കാർഡ് നൽകുന്നുണ്ട്. അതായത് ആയിരക്കണക്കിന് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, OT അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ സ്പെൻഡുകളിലും ഇവർ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്നുണ്ട്. അതിപ്പോൾ ബുക്ക് മൈ ഷോ ആയാലും മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ഓല, ആമസോൺ അങ്ങനെയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും നമുക്ക് 5% ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് നൽകുന്നത്. ഇനി ഈ ഒരു ഓൺലൈൻ ക്യാഷ് ബാക്ക് അല്ലാതെ മറ്റ് എന്ത് സ്പെൻഡ് നടത്തിയാലും ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 1% ക്യാഷ് ബാക്കാണ് ഫ്ലാറ്റ് ആയിട്ട് ലഭിക്കുന്നത്. അത് നമ്മളിപ്പോൾ റെൻറ്റ് പേ മുതലായുള്ള ട്രാൻസാക്ഷൻ ഒഴികെയുള്ള ബാക്കി എല്ലാ മർച്ചൻറ്റ് കാറ്റഗറി അംഗീകൃതമായിട്ടുള്ള കാറ്റഗറീസിലും ഇവർ നമുക്ക് ഫുഡ്, ഗ്രോസറി, ഡൈനിങ് ആപ്സ് എന്നിവയിലെല്ലാം 1% ക്യാഷ് ബാക്കാണ് ഇവർ നൽകുന്നത്. അതിനൊരു ലിമിറ്റുണ്ട്, 500 രൂപ ക്യാഷ് ബാക്ക് പെർ മന്താണ്. അതുപോലെ തന്നെ 5% ക്യാഷ് ബാക്കിന് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 1500 രൂപ ക്യാഷ് ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്വിഗ്ഗിയിലുള്ള മാക്സിമം ക്യാഷ് ബാക്ക് ഒരു മാസം 1500 രൂപയാണ്. അങ്ങനെ ഒരു മാസം തന്നെ നമുക്ക് 3500 രൂപയുടെ ക്യാഷ് ബാക്ക് നേടാനും ഒരു വർഷം 42,000 രൂപയുടെ ക്യാഷ് ബാക്ക് നേടാനും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സാധിക്കും. ഇനി ഈ ഒരു കാർഡിന് വെൽക്കം ബെനിഫിറ്റ് കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാർഡ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 3 മാസത്തേക്ക് സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് ലഭിക്കുന്നു. സ്വിഗ്ഗി 1 നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. സ്വിഗ്ഗി 1 എന്ന് പറയുന്നത് സ്വിഗ്ഗിയുടെ ഒരു പ്രീമിയം പ്ലാനാണ്. അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ഓർഡറുകളിൽ ഡെലിവറി ചാർജസ് ഒന്നും തന്നെ കൊടുക്കാതെ ഇരിക്കാൻ സാധിക്കും. മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ടുകളും നിങ്ങൾക്ക് ഫുഡ്, ഇൻസ്റ്റാമാർട്ട്, ഡൈൻ ഔട്ട് മുതലായ സർവീസുകൾ ഉപയോഗിക്കാനായിട്ട് സ്വിഗ്ഗി 1 നിങ്ങൾക്ക് നൽകുന്നു. ഈ ഒരു 3 മാസത്തേക്ക് സാധാരണ സ്വിഗ്ഗി 1ന് 1199 രൂപ, അതായത് 1200 രൂപയാണ് ചാർജായിട്ട് വരുന്നത്. പക്ഷേ ഒരു സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ, HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് 3 മാസത്തത് തീർത്തും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും സ്വിഗ്ഗിയിലെ ഡെലിവറി ചാർജ് പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇനി ചില മർച്ചൻറ്റുകളിലും ചില ഹോട്ടൽസിലുമൊക്കെ
അവർ 10% എക്സ്ട്രാ ക്യാഷ് ബാക്ക് സ്വിഗ്ഗി വൺ മെമ്പേഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അഡീഷണൽ ഓഫേഴ്സ് കൂടി നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ഓഫേഴ്സിന് പുറമെ സ്വിഗ്ഗി വൺ ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുമ്പോൾ 3 മാസത്തേക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കാർഡായിട്ടും വിർച്വൽ കാർഡായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫിസിക്കൽ കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് അവർ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് തരും. ഫിസിക്കൽ കാർഡിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. കൂടാതെ തന്നെ വിർച്വൽ കാർഡ് നമുക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്ത് ഉടൻ തന്നെ നമ്മുടെ സ്വിഗ്ഗി ആപ്പിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വിഗ്ഗി ആപ്പിൽ നിന്നാണ് ഈ ഒരു കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു കാർഡ് സ്വിഗ്ഗി ആപ്പിൽ അപ്ലൈ ചെയ്തുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൽ ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ്, കാർഡിൻ്റെ ലിമിറ്റ് മുതലായ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. നമുക്കിത് ഫിസിക്കൽ കാർഡിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. എനിക്ക് വളരെ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ പാക്കേജിലാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡിൻ്റെ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ആകെ ഒറ്റൊരു പേപ്പറാണ് മെയിനായിട്ട് അവർ തരുന്നത്. അതും അതിൻ്റെ കാർഡിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാർഡിൻ്റെ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റിക്കി ആയിട്ടുള്ള പേപ്പർ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാർഡ് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആദ്യമേ അതങ്ങ് ഇളക്കി കളയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കാണാനായിട്ട് സാധിക്കും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലേസിങ് ലുക്കുള്ള ഒരു ഗ്രേഡിയൻ ഷെയ്ഡുള്ള ഓറഞ്ച് ടു ബ്ലൂ ഗ്രേഡിയൻ ഷെയ്ഡുള്ള ഒരു കാർഡാണ് ഈ ഒരു കാർഡ്. ഇതിൽ നമ്മുടെ നെയിം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. കാർഡിൻ്റെ പിൻവശത്തായിട്ട് നമ്മുടെ മാഗ്നറ്റിക് സ്ട്രിപ്പും നമ്പറും CVVയും പോലുള്ള കോൺഫിഡൻഷ്യൽ ഡേറ്റ ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ ഒരു ചിപ്പ് കാണാനായിട്ട് സാധിക്കും, ഈ ഒരു പുതിയ കാർഡ്സിലെല്ലാം ഉള്ളതുപോലെ. മാത്രമല്ല ഇതൊരു മാസ്റ്റർ കാർഡും NFC ഏബിൾഡ് ആയിട്ടുള്ള ഒരു കാർഡും കൂടിയാണ്. ഇത്രയൊക്കെയാണ് ഈ കാർഡിനെ കുറിച്ചും ഈ ഒരു പാക്കേജിനെ കുറിച്ചും പറയാനുള്ളത്. വലിയൊരു പാക്കേജ് അല്ല, എന്നാലും സിമ്പിളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു HDFC ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡും കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അപ്ലൈ ചെയ്ത് ആപ്പിലായിട്ടും മാത്രമല്ല ഫിസിക്കൽ കാർഡായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കാർഡ് നൽകുന്ന ബോണസ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു മാസ്റ്റർ കാർഡ് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കാർഡിൽ മാസ്റ്റർ കാർഡ് വേൾഡ് നൽകുന്ന മാസ്റ്റർ കാർഡിൻ്റെ വേൾഡ് സെഗ്മെൻറ്റിലുള്ള കാർഡ് കസ്റ്റമേഴ്സിന് നൽകുന്ന എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് 12 ഗോൾഫ് ലെസൺസ് ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെങ്കിലും പ്രീമിയം ഗോൾഫ് ക്ലബ് ആക്സസ് നേടാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഫ്രീ സ്റ്റേ ആൻഡ് ഡൈൻ എന്ന് പറയുന്ന ഓഫേഴ്സ് വഴി നിങ്ങൾക്ക് മാസ്റ്റർ കാർഡ് പാർട്ട്ണർ ചെയ്തിരിക്കുന്ന ചില ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യാനും ഡൈൻ ചെയ്യാനായിട്ടും ഒരു രാത്രിയിലത്തേക്ക് സ്റ്റേ ചെയ്യാനും ഡൈൻ ചെയ്യാനും സാധിക്കും. കൂടാതെ അഗോഡ എന്ന് പറയുന്ന സൈറ്റിലുള്ള ഹോട്ടൽസിലെല്ലാം അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോട്ടൽസിലെല്ലാം 12% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു കാർഡ് അഡീഷണൽ ആയിട്ട് സ്വിഗ്ഗിയുടെ പുറത്ത് നിങ്ങൾക്ക് നൽകുന്ന ഓഫർ എന്ന് പറയുന്നത്. ഇനി ഒരു കാർഡ് ഫ്രീ കാർഡാണോ എന്ന് ചോദിച്ചാൽ ഫ്രീ കാർഡല്ല. ഈ ഒരു കാർഡ് ഒരു ജോയിനിങ് ഫീസും ആനുവൽ റിന്യൂവൽ ഫീയും ഉള്ള ഒരു കാർഡാണ്. ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. കൂടാതെ GST കൂടി നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കൂടാതെ ആനുവൽ റിന്യൂവൽ ഫീ ആയിട്ടും 500 രൂപ ഓരോ വർഷവും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഒരു കാർഡിൻ്റെ സ്പെൻഡ് 2 ലക്ഷം രൂപയിൽ കൂടുതലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആനുവൽ റിന്യൂവൽ ഫീസ് വേവായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കാറ്റഗറീസാണ് ഇനി ഇവിടെ പറയുന്നത്. റെൻറ്റ്, യൂട്ടിലിറ്റീസ്, ഫ്യൂവൽ, ഇൻഷുറൻസ്, EMI, ജ്വല്ലറി, ഗവൺമെൻറ് സ്പെൻസ്, വാലറ്റ് ലോഡ്സ് കൂടാതെയുള്ള ഇങ്ങനെയുള്ള മർച്ചൻറ്റ് കാറ്റഗറിയിലൊന്നും നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ നിന്ന് ക്യാഷ് ബാക്ക് ലഭിക്കുന്നില്ല. കൂടാതെ 5% ക്യാഷ് ബാക്കിൽ നിന്ന് ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗ്സിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു കാർഡിന് മന്ത്ലി ക്യാഷ് ബാക്ക് ലിമിറ്റും ഉള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 10% ക്യാഷ് ബാക്ക് സ്പെൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ 1500 രൂപ പെർ മന്ത് എന്നുള്ള രീതിയിൽ ലിമിറ്റഡ് ആണ്. കൂടാതെ 5% ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് അതും 1500 രൂപ പെർ മന്ത് എന്നുള്ള രീതിയിൽ ലിമിറ്റഡ് ആണ്. അതുപോലെ 1% ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് മാക്സിമം ലഭിക്കുന്നത് ഒരു മാസം 500 രൂപയാണ്. എങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഒരു വർഷം 42,000 രൂപ 500 രൂപയുടെ ഫീസ് നൽകുന്ന ഈ ഒരു കാർഡിൽ നിന്ന് കാർഡ് വൈസായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇവർ സ്വിഗ്ഗി ആപ്പ് തുറന്നതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാർഡിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാർഡ് ഇൻസ്റ്റൻ്റ്ലി അപ്രൂവ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി HDFC ബാങ്കിൻ്റെ കാർഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ആഡ് ഓൺ കാർഡ് പോലെ ഈ ഒരു കാർഡ് ഉപയോഗിക്കാനും സാധിക്കും. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് HDFC എത്രയാണോ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് തന്നിരിക്കുന്നത് ആ ലിമിറ്റ് തന്നെയായിരിക്കും ഈ ഒരു കാർഡിനും അപ്ലൈ ആവുന്നത്. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിമിറ്റ് ഈ ഒരു കാർഡിന് വേണ്ടി എക്സിസ്റ്റിംഗ് കാർഡ് ഹോൾഡേഴ്സിന് ലഭിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു HDFC കാർഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ
ഒരു കാർഡും കൂടെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ വാലറ്റിലേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേറെ രണ്ട് കാർഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് ഇനി ഒരു HDFC കാർഡ് കൂടി അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് മാക്സിമം കസ്റ്റമേഴ്സിന് 2 കാർഡ്സാണ് അവർ മാക്സിമം ആയിട്ട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ ബില്ല് അടയ്ക്കാനായിട്ട് സാധാരണ രീതിയിൽ HDFC നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡീഷണൽ ക്യാഷ് ബാക്കോട് കൂടി ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടി ക്രെഡ് ആപ്പ് ഉപയോഗിക്കാം. ക്രെഡ് ആപ്പിനെ കുറിച്ചുള്ള വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. ക്രെഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡീഷണൽ ക്യാഷ് ബാക്ക് ഓരോ തവണ നിങ്ങൾ ബില്ലടയ്ക്കുമ്പോൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്രെഡ് ലിങ്ക് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് 250 രൂപ വരെയുള്ള ഒരു ക്യാഷ് ബാക്ക് ഇനീഷ്യൽ ബിൽ പേയ്മെൻറ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് ക്രെഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഈ ഒരു കാർഡ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള കൂടുതൽ ക്രെഡിറ്റ് കാർഡ് അനാലിസിസ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അമേസിംഗ് കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫിനാൻഷ്യൽ ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.